ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉരുളക്കിഴങ്ങ്, പിന്നെ സബോള, പിന്നെ നമ്മുടെ മല്ലിച്ചപ്പാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഈ ഒരു പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോയാബീൻ നമുക്ക് എന്നിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. നമ്മൾ ഇത്തിരി വെള്ളത്തിൽ അത് ഇട്ട് വയ്ക്കുന്നുണ്ട്. ഗൈസ്, നമുക്ക് സോയാബീൻ വേവിക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് തീ കത്തിക്കാം. ഗൈസ്, അവിടെ സോയാബീൻ കിടന്ന് വേവുണ്ട്. നമുക്ക് അവിടെ കിടന്ന് വേകുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് നേരാക്കാം. ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലി കളയാം. നമുക്ക് സബോളേൻ്റെ തൊലി കളയാം. എന്നിട്ട് നമുക്ക് അത് രണ്ടും അരിഞ്ഞ് വെക്കാം. ഈ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് നമുക്കിനി പാത്രത്തിലേക്ക് വയ്ക്കാം. നമ്മുടെ സോയാബീൻ അവിടെ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ സോയാബീൻ പിഴിഞ്ഞിട്ട് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഇടാം. ഇനി നമുക്ക് ഈ സോയാബീനും വെജിറ്റബിൾസും നമുക്ക് ഇനി ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി നമുക്ക് ആ ഗ്യാസ് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് തേങ്ങ, ഇനി മല്ലിപ്പൊടി, പിന്നെ നമുക്ക് ഇത്തിരി പട്ടയും പിന്നെ നമ്മുടെ മുളക് പൊടിയാണ്. നമുക്ക് ഇനി അത് അരച്ചെടുക്കണം. ഗൈസ്, ഇനി നമുക്ക് ഇതൊക്കെ വറുത്തെടുക്കണം. നമുക്കിത് വറുത്തിട്ടാണ് ഇട്ട് അരയ്ക്കേണ്ടത്. നമ്മുടെ ചീൻചട്ടിയിൽ ഇതെല്ലാം കൂടി വറുത്തെടുക്കണം. വേറെ അടുപ്പിൽ നമ്മുടെ സോയാബീൻ തിളച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ ഇത്തിരി നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ ചൂടൊക്കെ ആറി വന്നിട്ട് ഇനി നമുക്കൊരു മിക്സിയിൽ അതിട്ട് അരച്ചെടുക്കണം.
അതിന് അരച്ച് വന്നിട്ട് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മുടെ കറിയിലേക്ക് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് കുറേ നേരം നമുക്കിനി മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടി. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടി ഇനി വേവിച്ചെടുക്കാം. നമ്മൾ ഇത്തിരി ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ അതിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കടുക് വറക്കണം. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ കടുക് ഇട്ട് കൊടുക്കണം. അത് നന്നായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത്തിരി കടുക് ഇട്ട് അത് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഇത്തിരി കരിവേപ്പില അതിലേക്ക് ഇടണം. ഇനി നമ്മുടെ കറി അതിലേക്ക് ഇത്തിരി ഒഴിച്ച് നല്ലപോലെ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കണം. ഈ വാട്ടയെ നമുക്കിനി ഇത്തിരി കറിയിലേക്ക് ഒഴിക്കണം. ചട്ടിയിലേക്ക് നമ്മുടെ അടിപൊളി ടേസ്റ്റ് കറി ഇവിടെ ശരിയായി നമുക്ക് വന്നിട്ടുണ്ട്. നല്ല ചോറും കൂട്ടി നല്ലപോലെ നമുക്കത് കഴിക്കാം.